രാത്രി ഒരിക്കലെങ്കിലും കരയാത്ത ഏതെങ്കിലും കുട്ടികളുണ്ടാവുമോ? നമ്മുടെയൊക്കെ ഒരു കൺസേണാണ് രാത്രി കുട്ടി എണീച്ച് കരയുന്നൊരവസ്ഥ. നമ്മൾ കുട്ടികളുടെ കരച്ചിൽ, നിർത്താതെയുള്ള കരച്ചിലിന് ഇൻസസെൻറ്റ് ക്രൈ എന്നാണ് പറയുക. അപ്പോൾ അതിനുള്ള ഏറ്റവും സാധാരണമായിട്ടുള്ളൊരു കാരണമാണ് ചെവി വേദന എന്നുള്ളത്. സാധാരണഗതിയിൽ കുട്ടികൾ ജലദോഷം പിടിച്ച് കിടന്ന് രാത്രി വേദനിച്ച് എണീക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അത് 90% കേസുകളിലും അത് ചെവി വേദനയായിട്ടാണ് കുട്ടികൾ എണീക്കുന്നത്. അപ്പോൾ അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയും, ചെവി വേദനയായിട്ട് എണീക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് രാത്രി കൂടുന്നത്? നമ്മൾ സാധാരണഗതിയിൽ ഉമിനീര് ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഉമിനീര് ഇറക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഉമിനീര് ഇറക്കുന്നുണ്ട്. പക്ഷേ രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉമിനീര് ഇറക്കുന്നത് കുറയും. പ്രത്യേകിച്ചും ജലദോഷമായിട്ട് ഒരു കുട്ടി ഉറങ്ങുമ്പോൾ അവരുടെ ഉമിനീര് ഇറക്കുന്ന കുറയും. ഉമിനീര് ഇറക്കുമ്പോഴാണ് നമ്മുടെ ചെവിയുടെ പ്രഷർ, ചെവിക്കകത്തുള്ള പ്രഷർ ബാലൻസ്ഡ് ആവുന്നത്. അപ്പോൾ ജലദോഷം പിടിക്കുമ്പം ചെറിയ കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കുള്ള പോലെ തന്നെ അവർക്ക് മൂക്കുന്ന് ചെവിയിലോട്ടൊരു ട്യൂബുണ്ട്, യൂസ്റ്റേഷൻ ട്യൂബ് എന്നുള്ളത്. അത് വളരെ ചെറുതാണ്, വളരെ സ്ട്രെയിറ്റുമാണ്. അപ്പോൾ അത്തരം കുട്ടികൾക്ക് പെട്ടെന്ന് ചെവിക്കകത്ത് കഫം കയറാനും അതുപോലെ പെട്ടെന്ന് ചെവിയുടെ പ്രഷർ കൂടി ഇൻഫെക്ഷൻ കൂടി ചെവിവേദനയായിട്ട് എണീക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം കുട്ടികൾക്ക് നമുക്ക് ചെവിവേദന വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത് ശരിയായ ബ്രസ്റ്റ് ഫീഡിങ്, പ്രോപ്പർ ബ്രസ്റ്റ് ഫീഡിങ് ടെക്നിക് എന്നുള്ളതാണ്. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ അമ്മമാർ മടി പിടിച്ച് കിടന്ന് പാൽ കൊടുക്കും. പിന്നീട് കുട്ടി അത് തന്നെ ശീലമാകും. കിടന്നിട്ട് അല്ലെങ്കിൽ കുട്ടി പാൽ കുടിക്കാത്തൊരവസ്ഥ വരും. അപ്പോൾ നമ്മൾ ശരിയായി പാൽ കൊടുക്കേണ്ട വിധം എന്ന് വെച്ചാൽ നമ്മൾ ഉറക്കത്തിലാണെങ്കിലും മടി പിടിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും നമ്മൾ കുട്ടിയെ എണീച്ചിരുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നമ്മളും എണീച്ചിരിക്കുക, അമ്മ എണീച്ചിരിക്കുക, എന്നിട്ട് കുട്ടിയെ തല ഉയർത്തി വെച്ചിട്ട് പാൽ കൊടുക്കണം. സാധാരണ ഇതിൽ പാൽ കൊടുത്താൽ കുട്ടി ഉറങ്ങും, ഉടനെ കൊണ്ടു കിടത്തരുത്. സാധാരണ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ പാൽ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിയെ പുറത്ത് തോളിലിട്ടിട്ട് ഒരു 15 മിനിറ്റോളം പുറത്ത് ബർപ്പിംഗ് എന്ന് പറയും. അങ്ങനെ തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ വയറ്റിനകത്തുള്ള ഗ്യാസ് കംപ്ലീറ്റ് പോയി അതുപോലെ കുട്ടിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയും. ഇങ്ങനെയല്ല നമ്മൾ കിടന്നാണ് പാൽ കൊടുക്കുന്നത്, അല്ലെങ്കിൽ പാൽ കൊടുത്ത ഉടനെയാണ് കിടത്തുന്നതെങ്കിൽ എന്താ സംഭവിക്കാമെന്നറിയോ? നമ്മൾ വയറ്റിനകത്തുള്ള പാലുണ്ടല്ലോ, അത് തൈരായിട്ട് നമ്മൾ ആസിഡ് മിക്സ് ചെയ്യുമ്പോൾ തൈരായിട്ട് തേട്ടി വരും. നമ്മൾ കണ്ടിട്ടില്ല വായിൽ തൈര് വരുന്നത്? അതുപോലുള്ള അണ്ണാക്കിലെത്തും. അണ്ണാക്കിൽ നിന്ന് ചെവിയിലോട്ട് വളരെ ചെറിയ നാരോ ഇസ്റ്റേഷൻ ട്യൂബാണ്, ചെവിയിലോട്ടൊരു കണക്ഷൻ ഉണ്ട്. വായ്ക്കകത്ത് കയറിയ തരിപ്പ് പോയ ഈ തൈര് ചെവിയിലോട്ട് വരികയും ചെവിയിൽ ഇൻഫെക്ഷൻ വരികയും പൊട്ടിയൊലിക്കുകയും ചെയ്യും. അപ്പോൾ ചെവിയൊലിപ്പ് രോഗം വരാനും കേൾവിക്കുറവ് വരാനും ചെവി വേദനയായിട്ട് എണീക്കാനും ഒക്കെ സാധ്യതയുണ്ട്. നമ്മൾ ശരിയായ രീതിയിൽ പാല് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെവി വേദന വരാതിരിക്കാനും ചെവിയൊലിപ്പ് വരാതിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പ്രതിരോധ കുത്തിവയ്പ്പുകളാണ്. പല മീസിൽസ് പോലുള്ള ഇൻഫ്ലുവൻസ പോലുള്ള വാക്സിനുകൾ അത്തരം രോഗങ്ങൾ വന്ന് ചെവിയൊലിപ്പ്, ചെവി വേദന തുടങ്ങിയ അസുഖങ്ങൾ വരാതിരിക്കാൻ സഹായിക്കും. അതുപോലെ നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് ചെവി ക്ലീൻ ചെയ്യുക. കുട്ടികളുടെയൊക്കെ ചെവി ബഡ്സ് ഉപയോഗിച്ചിട്ടും പീഡിയാട്രിക് ബഡ്സ് എന്നൊക്കെ കിട്ടും. അതൊന്നും ഉപയോഗിച്ച് ക്ലീൻ ചെയ്യരുത്. ക്ലീൻ ചെയ്യുമ്പോൾ ചെവി ഇതുപോലെ ഇൻഫെക്ഷൻ വരാനും വേദന വരാനും ഒക്കെ കാരണമാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് ശരിയായി പാല് കൊടുക്കുക, പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൃത്യമായിട്ട് ചെയ്യുക, ചെവി ക്ലീൻ ചെയ്യാതിരിക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധിവരെ ചെവി വേദന മാറ്റാൻ കഴിയും.